വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയുടെ പുതിയ ചരിത്രമായിരുന്നു പുലിമുരുകൻ എന്ന ഒറ്റ ചിത്രം എത്തിച്ചേർത്തത്. മലയാളം പോലെ ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും ബിഗ് ബജറ്റ് സിനിമകൾ സ്വപ്നം കാണാൻ കഴിയാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. മുടക്കുമുതൽ തിരിച്ചു കിട്ടാനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കാരണം. അത്തരം സാഹചര്യത്തിലാണ് ഒരു മലയാള ചിത്രത്തിന് 100 കടന്ന് 150 കോടി വരെ കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് പുലിമുരുകൻ തെളിയിച്ചത്. 100 കോടിയും 150 കോടിയും പിന്നിടുന്ന ആദ്യ മലയാള ചിത്രമായി പുലിമുരുകൻ മാറി. ഇപ്പോഴിതാ സിനിമ തെലുങ്കിന് പിന്നാലെ തമിഴിലേക്കും മൊഴിമാറ്റിയെത്തുകയാണ്. ഉടനെ തമിഴ്നാട്ടിൽ റിലീസിനെത്തുന്ന തമിഴ് പുലിമുരുകൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. മലയാളത്തിൽ പുറത്തിറങ്ങിയ ട്രെയിലറിനേക്കാൾ ഏറെ ത്രില്ലടിപ്പിക്കുന്ന ഗംഭീര ട്രെയിലറാണ് തമിഴ് പുലിമുരുകൻ്റേത്. ഒരു മാസ് ചിത്രത്തിന് വേണ്ടതെല്ലാം ട്രെയിലർ നൽകുന്നുണ്ട്. 1.5 മിനിറ്റോളം ദൈർഘ്യമുള്ള മലയാള ട്രെയിലറിന് ഒരു പതിഞ്ഞ താളമായിരുന്നു. സംഭാഷണങ്ങളും കുറവായിരുന്നു. ഒരു ത്രില്ലിംഗ് സ്വഭാവം ട്രെയിലറിന് ഉണ്ടായിരുന്നില്ല. അതേസമയം ആദ്യം പുറത്തിറങ്ങിയ ടീസറിൽ മുരുകനെ പുകഴ്ത്തുന്ന ഡയലോഗിനും മുരുകൻ്റെ ആക്ഷൻ രംഗങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകിയത്. തമിഴിലേക്ക് വരുമ്പോൾ പ്രധാന സംഭാഷണങ്ങൾക്കും ആക്ഷൻ രംഗങ്ങൾക്കും നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചടുലമായ എഡിറ്റിംഗ് ട്രെയിലറിന് ത്രില്ലർ സ്വഭാവം നൽകുന്നതിൽ വിജയകരമായി. ഒട്ടേറെ മികച്ച രംഗങ്ങൾ ഉൾക്കൊള്ളിക്കാനും സാധിച്ചു. തമിഴിൽ പുലിമുരുകൻ വൈകിയാണ് മൊഴിമാറ്റിയെത്തുന്നതെങ്കിലും തെലുങ്കിൽ മാന്യപ്പുലി എന്ന പേരിൽ ചിത്രം നേരത്തെ റിലീസ് ചെയ്തിരുന്നു. ജനതാ ഗ്യാരേജിന് ശേഷം തെലുങ്കിൽ റിലീസ് ചെയ്ത മാന്യപ്പുലിക്ക് മികച്ച പ്രതികരണമായിരുന്നു തെലുങ്കിൽ നിന്നും ലഭിച്ചത്. മലയാളത്തിന് പിന്നാലെ തെലുങ്കിലും റിലീസ് ചെയ്ത പുലിമുരുകൻ അവിടെ നിന്നും നേടിയത് 15 കോടി രൂപയാണ്. ഈ വിജയമാണ് ചിത്രം തമിഴിലും മൊഴിമാറ്റി ഇറക്കാൻ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. തമിഴ് പുലിമുരുകനിൽ മോഹൻലാൽ തന്നെയാണ് മുരുകന് ശബ്ദം നൽകിയിരിക്കുന്നത്. ഒരു മൊഴിമാറ്റ ചിത്രമെന്ന തോന്നലുണ്ടാക്കാത്ത വിധം കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന ശബ്ദമാണ് നൽകിയിരിക്കുന്നത്. മലയാളത്തിൽ ശബ്ദം നൽകിയവർ തന്നെയാണോ ചിത്രത്തിന് ശബ്ദം നൽകിയതെന്ന തോന്നൽ ജനിപ്പിക്കുന്ന വിധമാണ് ഡബ്ബിംഗ്. വിജയ ചിത്രങ്ങളായ തെരി, ഭൈരവ എന്നീ ചിത്രങ്ങൾ വിതരണത്തിനെത്തിച്ച PK നാരായണസ്വാമിയാണ് ചിത്രം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നാരായണസ്വാമി വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. RP ബാലയാണ് തമിഴ് സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത്. 25 കോടി രൂപ മലയാളത്തെ സംബന്ധിച്ച് ബിഗ് ബജറ്റാണ്. തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണെന്ന് കരുതുന്ന അത്രയും ഉയർന്ന തുകയ്ക്ക് ഈ ചിത്രം നിർമ്മിച്ചത് ടോമിച്ചൻ മുളകുപാടമാണ്. ഉദയകൃഷ്ണ ആദ്യമായി സ്വതന്ത്ര തിരക്കഥാകൃത്തായ ചിത്രം സംവിധാനം ചെയ്തത് വൈശാഖാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.